നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 27. കഴിഞ്ഞ ഏപ്രിൽ 27 കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ മേയറും MLA യും ചേർന്ന് അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് തിരുവനന്തപുരത്ത് നട റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി ഡ്രൈവറെ അസഭ്യം വിളിച്ച് ഒക്കെ വലിയ ഒരു സീൻ സൃഷ്ടിച്ചത്. അതിന്റെ അലയൊലികൾ പിന്നെ എവിടെ എത്തിയെന്ന് നമുക്കറിയാം. അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലായപ്പോൾ തടി ഊരാൻ വേണ്ടി ഒരു സാധുവിനെ പ്രതിയാക്കി ലൈംഗിക ചേഷ്ട നടത്തിയവനാക്കി അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് അവർ ഇപ്പോഴും വിലസിക്കൊണ്ടിരിക്കുന്നു. അന്ന് കേവലം 715 രൂപ മാത്രം ശമ്പളമുള്ള, അതും ദിവസക്കൂലിയാണ്, പണിയെടുത്താൽ മാത്രം കൂലിയുള്ള ഒരു ചെറുപ്പക്കാരൻ, 7 വയസ്സുള്ള ഒരു കുട്ടിയാണ് അവനുള്ളത്. അയാളെ കൊടും കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് തൊഴിലില്ലാതെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു. അതിനും 4 മാസം. 2 മാസം പൂർത്തിയാകുമ്പോൾ മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ ചെന്നിട്ട് യദു ഒരു കത്ത് കൊടുത്തു, ഒരു നിവേദനം. തനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല, തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തന്നെ അനുവദിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം, ഞാൻ മറ്റേതെങ്കിലും ജോലി ചെയ്തോളാം, പട്ടിണിയാണ്, ആത്മഹത്യ ചെയ്തേണ്ടി വരും എന്നുള്ള ഒരു നിവേദനം. ആ നിവേദനവും ഗണേഷ് കുമാർ കുപ്പയിലെറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ സംഭവം നടന്ന ശേഷം ഇതുവരെ 4 മാസം പൂർത്തിയായി, ഇന്ന് 5ാമത്തെ മാസം തുടങ്ങുന്ന ഈ സമയം വരെ KB ഗണേഷ് കുമാർ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള ഒരു ഡ്രൈവറെ ഒന്ന് വിളിച്ച് എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ടില്ല. അത്രത്തോളം ആ മന്ത്രിയുടെ കൈയും കാലും കെട്ടിയിട്ടേക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാണോ KSRTC ഡ്രൈവർ യദുവിനെ കുരുക്കാനായി മനഃപൂർവ്വം തുടങ്ങി ഈ ഭരണകൂടം മുഴുവൻ അവർക്ക് സപ്പോർട്ട് നിന്നുകൊണ്ട് ഈ ഒരു സാധുവിനെ തെരുവിലേക്ക് ഇറക്കി, അന്നു മുതൽ ഈ സർക്കാരിന്റെ കാര്യം കട്ടപ്പുകയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് പ്രകൃതി പോലും യോജിക്കുന്നില്ല. എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ എതിര് വരികയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഇതുവരെ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അഖിൽ മാരാരാകട്ടെ പൊളിച്ചെടുക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ പറഞ്ഞതിന് മറുപടിയായി മുഖ്യമന്ത്രി തന്നെ വന്ന് പറയേണ്ട, പത്രസമ്മേളനം നടത്തി പറയേണ്ട, അല്ലെങ്കിൽ മീഡിയകൾക്ക് മുമ്പ് പറയേണ്ട ഒരു ഗതികേടുണ്ടായി. ആ പത്രസമ്മേളനത്തെ പോലും അല്ലെങ്കിൽ ആ വിശദീകരണത്തെ പോലും അഖിൽ മാരാർ പൊളിച്ചടുക്കി. പിന്നെ മുഖ്യമന്ത്രി ആ വഴി വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഗണേഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന സിനിമാ മേഖല ഒക്കെ തകർന്ന് തരിപ്പണമായി. അതായത് നിലവിൽ ഇവർ ചെയ്യുന്ന ജനദ്രോഹമായ പരിപാടികൾ ഈ പ്രകൃതിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ദൈവം ചതിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നു മുതൽ 4 മാസം പൂർത്തിയായി 5ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ഈ യദുവും അവന്റെ കുടുംബവും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അധികാരവർഗം എങ്ങനെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ആ 10,000 രൂപ കൊടുത്തിട്ട് നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ പോരെ? അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കോടതിയിൽ അവർക്ക് എത്തുന്ന സമയത്ത്, കോടതിയിൽ വിചാരണ എടുക്കുന്ന സമയത്ത് താൽക്കാലിക ജീവനക്കാരാണ്, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത് എന്ന് പറഞ്ഞ് തടി ഊരാൻ വേണ്ടി മാത്രമാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കുന്നത്. കാരണം 4 മാസം കഴിഞ്ഞു. ഈ 4 മാസം കഴിഞ്ഞിട്ട് ഇനി പിരിച്ചുവിടുമ്പോൾ സമാധാനം പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ ഗണേഷ് കുമാർ ചെയ്യേണ്ടിയിരുന്നത് അന്ന് തന്നെ പിരിച്ചുവിടാനായിരുന്നു. അന്ന് തന്നെ പിരിച്ചുവിടുക. ഇനി അഥവാ കുറ്റക്കാരനല്ലാന്ന് തെളിയണമെങ്കിൽ വാ, അപ്പൊ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇത് മെമ്മറി കാർഡ് വരട്ടെ എന്നാണ് പറഞ്ഞത്. മെമ്മറി കാർഡ് മന്ത്രി കൂടി അറിഞ്ഞു തന്നെയാണ് മുഖ്യത് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് മെമ്മറി കാർഡ് വരട്ടെ എന്ന് പറഞ്ഞത്. പോലീസിന്റെ റിപ്പോർട്ട് അങ്ങനെയാ. യദു കൊടുത്ത കേസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മെമ്മറി കാർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബസിന്റെ മുന്നിലെയും പിന്നിലെയും ദൃശ്യങ്ങളും ഉള്ളിലെ ദൃശ്യങ്ങളും അതിനകത്തുണ്ട്. ഈ യദു പറഞ്ഞിട്ടുള്ള വാദഗതികളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്നതെല്ലാം ആ മെമ്മറി കാർഡിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് നിരത്തുന്ന വാദം വിചിത്രമാണ്. അതായത് ഈ മെമ്മറി കാർഡിന് കാണാനില്ല എന്നും ആ മെമ്മറി കാർഡ് എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് KSRTC ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നും ആ കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റൂ എന്നും, അതായത് ആ കേസ് എവിടെയും എത്തില്ല എന്നുണ്ടെങ്കിൽ യദുവിന്റെ കേസും എവിടെയും എത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഒരു സാധാരണക്കാരൻ സാധാരണ ഇപ്പോ മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കയറി ഇറങ്ങി സമയം കളയാൻ കഴിയില്ല, അല്ലെങ്കിൽ അവനത് സാധിക്കില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇവർ ഈ ധാർഷ്ട്യം കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് സർക്കാരിന്റെ ഖജനാവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമുണ്ട് എടുത്ത് അവർക്കെതിരെയുള്ള കേസ് നടത്താൻ. അതായത് അവരുടെ കുടുംബസ്വത്തായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിനെ അവർ കാണുന്നത്. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്. നവകേരള സർക്കിട്ട് നടത്തിയത് മുതൽ ഇങ്ങോട്ട് നോക്കി എല്ലാം അറിയാൻ പറ്റും ഓരോന്നും.
കാരണം പൊതുജനങ്ങളുടെ ഖജനാവ് എടുത്ത് ധൂർത്തടിക്കാനല്ല എന്നുണ്ടെങ്കിൽ ഈ ഖജനാവിൽ പണം കാണണ്ടേ? ഞാനും നിങ്ങളുമൊക്കെ കൃത്യമായി നികുതി കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ GST അടക്കം അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ഒരു വിഹിതം സർക്കാരിലേക്ക് എത്തുന്നുണ്ട്. ഈ നികുതി എല്ലാം കൊടുക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, സർക്കാരിന് നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ നികുതി പണം എല്ലാം ഖജനാവിൽ എത്തുമ്പോൾ അത് എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് ഒന്ന് നോക്കിയാൽ പോരെ? ഏതൊക്കെ രീതിയിലാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന്. വഴിവിട്ട രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഖജനാവ് ഇങ്ങനെ കാലിയായി കിടക്കുന്നത്. അല്ലാതെ നേരായ മാർഗത്തിൽ ചെലവഴിക്കണം ഇങ്ങനെ കിടക്കില്ല. ഇതൊരു കുത്തഴിഞ്ഞൊരു ഭരണമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എവിടെ തൊട്ടാലും പ്രശ്നമാണ്, തൊട്ടതെല്ലാം പ്രശ്നമാണ്. അത് പ്രകൃതിക്ക് പോലും പറ്റുന്നില്ല. വയനാട് അതുപോലെ പല മേഖല പ്രതികരിച്ചു തുടങ്ങി. ഇനി മുല്ലപ്പെരിയാറും കൂടെ ഇനി പ്രതികരിക്കാനുള്ളൂ. ഏതായാലും 4 മാസമായി ഒരു ചെറുപ്പക്കാരനെ പുറത്ത് നിർത്തുമ്പോൾ 5-ാം മാസത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഇന്ന് 1-ാമത്തെ ദിവസമാണ്, 5-ാം മാസത്തിലെ 1-ാമത്തെ ദിവസമാണ്. ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. പോലീസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല, എങ്ങും എത്തുന്നില്ല. അതായത് ഈ കേരളത്തിലെ സാധാരണക്കാരനെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത്. എന്നിട്ട് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് കുറെ ജനങ്ങൾ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ നിലകൊള്ളുന്നു പ്രതികരിക്കാതെ എന്ന് ചിന്തിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. സത്യത്തിൽ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത്? ഇന്നൊരു യദു എന്നൊരു ചെറുപ്പക്കാരനായതുകൊണ്ടാണോ, അതോ നിങ്ങൾക്കല്ലാത്തത് കൊണ്ടാണോ? എനിക്കൊരു വിഷയം വന്നതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ 3.5 കോടി ജനങ്ങളിൽ ഞാനും ഒരു പൗരനാണ് എന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളും അതുപോലെ സംസാരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഫലമുണ്ടാകും എന്നതിന്റെ തെളിവാണ് ഇവിടെ പെർമിറ്റ് ഫീസ് വീണ്ടും പകുതിയായി കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മുഴുവൻ പ്രതികരിച്ചു. ഒരേ ഒരാൾ പ്രതികരിച്ചതുകൊണ്ടാണ്. അത് ജനം ഏറ്റുപിടിച്ചപ്പോ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ആരുടെ മുന്നിലും തലകുനിക്കാത്ത പിണറായിക്ക് തലകുനിച്ച് അതിന്റെ പകുതി ഫീസ് കുറച്ചുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കേണ്ടി വന്നു. അതുപോലെ യദു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ കേരളത്തിലെ 3.5 കോടി സാധാരണക്കാരുടെ പ്രതീകമാണ്. ആ യദുവിന് വേണ്ടി കേരളം ഒന്ന് ഒരുമിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ധാർഷ്ട്യത്തിന് മാറ്റം വരും. ആരാ പറഞ്ഞ മാറ്റം വരില്ല എന്നുള്ളത് മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ മുട്ടുകുത്തിക്കലോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ആ സർക്കാർ എന്ന് പറയുന്നത് ഇവിടെ അധികാരത്തിലേറിയത് എനിക്കും നിങ്ങൾക്കും ഇവിടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ജീവിതവും സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിലവിൽ അത്തരമൊരു സാഹചര്യമല്ല ഒരുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരോട് എതിർപ്പ്. അല്ലാതെ പിണറായി എന്ന വ്യക്തിയോടോ ഗോപി ഗണേഷ്കുമാർ എന്ന വ്യക്തിയോടോ ആ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ യാതൊരു വ്യക്തി വിദ്വേഷവുമില്ല. അവർ വഹിക്കുന്ന പദവിയോട് പക്ഷേ നമുക്ക് പ്രയാസമുണ്ട്, എതിർപ്പുണ്ട്. അവർ വഹിക്കുന്ന പദവിയോട് പക്ഷേ നമുക്ക് വിയോജിപ്പുണ്ട്. ആ പദവിക്ക് അനുയോജിച്ചല്ല അവർ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ്. അതിന്റെ പദവിക്ക് അവർ വഹിക്കുന്ന പദവിക്ക് അനുസരിച്ചായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ യദുവിന് നേരത്തെ തന്നെ നീതി കിട്ടിയേനെ. യദുവെന്നല്ല, ഇവിടെ എല്ലാവർക്കും നീതി കിട്ടിയേനെ. സിദ്ധാർത്ഥന് നീതി കിട്ടിയേനെ, അതുപോലെ തന്നെ അനീഷയ്ക്ക് നീതി കിട്ടിയേനെ. അങ്ങനെ ഒരുപാട് ഇവിടെ നിരപരാധികളെ കുരുക്കാനും പച്ചയ്ക്ക് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സംവിധാനം നിലനിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. അതാണ് നിലവിലുള്ള അവസ്ഥ. ആ അവസ്ഥ മാറണം. ഇവിടെ യദു എന്നൊരു ചെറുപ്പക്കാരനെ അയാൾ കൃത്യമായി അയാളെ ഏൽപ്പിച്ച ജോലി ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പുറത്താക്കി തങ്ങളുടെ ഇഷ്ടദാസന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കന്മാർ, തങ്ങൾക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്നവർ, തങ്ങളുടെ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ അവരെ മാത്രമേ സംരക്ഷിക്കൂ, നാട്ടുകാർ നമുക്ക് വേണ്ട എന്ന ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ പുറത്തു നിർത്തുമ്പോൾ കേരളത്തിലെ 3.5 കോടി ജനം പ്രതികരിക്കണം. വൈകിയ വേളയിൽ ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കണം. എങ്ങനെ? അക്രമം നടത്തിയിട്ടല്ല, അതേപോലെ ആരുടെയും മുതൽ പിടിച്ചു പറിച്ചിട്ടല്ല, ഗവൺമെന്റിനോട് നിസ്സഹരിച്ചിട്ടല്ല. നമുക്ക് പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ മറ്റു മീഡിയകളുണ്ട്, പൊതുനിരത്തുകളുണ്ട്. ആരെയും ശല്യപ്പെടുത്താതെ നേരത്തെ പലരും ഇവിടെ സമരങ്ങൾ നടത്തി, സെക്രട്ടേറിയറ്റ് നടക്കി സത്യാഗ്രഹം പോലും നടത്തി. ഒരു വഴിയും ആരും തടഞ്ഞില്ല. ഒരു പ്ലക്കാർഡ് ഉയർത്താൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട. ലോകരാജ്യങ്ങളിൽ എല്ലാ ഭാഗത്തിരുന്നും കേരളത്തിലും ഇവിടെ ഇന്ത്യയിലും ഇരുന്നുകൊണ്ട് മലയാളികൾ പ്ലക്കാർഡ് ഉയർത്തി കഴിഞ്ഞാൽ പിണറായി എന്ന വ്യക്തിക്ക് നാണവും മാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്രയും മലയാളികൾ ഒന്നിച്ച് എതിർക്കുമ്പോൾ ഈ ഒരു സർക്കാരിന് എന്തായാലും ഒരു നാണക്കേട് ഉണ്ടാകുന്നതാണല്ലോ. അങ്ങനെ നാണം കെടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, നാണവും മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ യദുവിന് നീതി കൊടുക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലേ ഇനി കെ.പി. ഗണേഷ്കുമാർ എന്ന മന്ത്രി യദുവിനെ അറിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നാഴിക്ക് 40 വട്ടം മറ്റുള്ളവർ എവിടെയെങ്കിലും പ്രസവിക്കുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ആർക്കെങ്കിലും ഒരു മുട്ടായി കൊടുക്കുമ്പോഴോ കുഴഞ്ഞു വീഴുമ്പോഴോ ഒക്കെ അവരെ താങ്ങിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട്, താങ്ങണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവർ ചെയ്ത നല്ല കാര്യം, ആ നല്ല കാര്യത്തിനെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്ത് ഒരു കണ്ടക്ടർ പറഞ്ഞ ഒരൊറ്റ കാര്യം കൊണ്ട് ബസ്സിന്റെ ഷെഡ്യൂൾ തന്നെ മാറ്റിയ ഒരു മന്ത്രിയാണ് തന്റെ ഡിപ്പാർട്ട്മെന്റിൽ സത്യസന്ധമായി യാതൊരു കുഴപ്പമില്ലാതെ 2 വർഷക്കാലം വണ്ടി ഓടിച്ച ഒരാളെ കള്ളക്കേസ് കള്ളപ്പരാതിന്റെ പുറത്ത് മാറ്റി നിർത്തിയപ്പോൾ ഒരു അക്ഷരം മിണ്ടാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് ഇനിയെങ്കിലും ഒന്ന് പ്രതികരിക്കണം. കേരളത്തിലെ ജനം പ്രതികരിക്കണം, മലയാളികൾ പ്രതികരിക്കണം. കാരണം ഇവിടെ സാധാരണക്കാരന് നേരെയുള്ള
അധികാരത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് യദു എന്ന് പറഞ്ഞത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് ഇനിയും ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ തലയിൽ കയറിയിരുന്ന് ഇതിലും വലിയ കുച്ചിപ്പുടി കളിക്കും ഈ സർക്കാർ എന്നത് ഓർത്തിരുന്നാൽ നന്നാവും.